മെയ്യഴകൻ 96-ന് ശേഷം സി പ്രേംകുമാർ സംവിധാനം ചെയ്ത് കാർത്തി, അരവിന്ദ് സ്വാമി തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ തമിഴ് സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഈ പടം ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, ഇമോഷണൽ. 96-ൽ വേർപിരിഞ്ഞു പോയ രണ്ട് കമിതാക്കൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതാണ് കഥയെങ്കിൽ ഇതില് പണ്ട് രണ്ട് വഴിക്ക് പോയ രണ്ട് ബന്ധുക്കള് കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും മീറ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ കഥ. രണ്ട് കഥാപാത്രങ്ങൾ, ഒരു രാത്രി 3 മണിക്കൂർ. ആ 3 മണിക്കൂർ നിറച്ചും സ്നേഹം. അതാണ് മെയ്യഴകൻ. ചിലർ ഈ സ്നേഹം കൊണ്ട് നമുക്ക് ശല്യമായിരിക്കില്ലേ? ഇപ്പൊ അഡിയോസ് അമീഗോസിലെ ആസിഫിന്റെ ക്യാരക്ടറില്ലേ, അതുപോലെ. പക്ഷെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് അവരുടെ സ്നേഹത്തിന് മുമ്പിൽ തിരിച്ചെത്തുകയും ചെയ്യും. അതും ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംഭവമാണ് ഈ മറവി എന്ന് പറയുന്നത്. ആ ഒരു ചെറിയ കാര്യം വെച്ചിട്ട് 3 മണിക്കൂർ നീണ്ട ഒരു കഥ ബോറടിപ്പിക്കാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുക. അത് സ്ക്രിപ്റ്റിന്റെയും മേക്കിങ്ങിന്റെയും പെർഫോമൻസിന്റെയും ഒക്കെ മികവ് കൊണ്ട് തന്നെയാണ്. കുറെ മനുഷ്യര്, അവരെല്ലാം ഇങ്ങനെ സ്നേഹം നിറഞ്ഞവരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിഞ്ചായിട്ടൊക്കെ തോന്നാം, ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ പലയിടത്തും വല്ലാണ്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞു, എന്താ പറയുക, മനസ്സിങ്ങനെ വിങ്ങിപ്പൊട്ടുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇപ്പൊ ഈ മനസ്സ് നിറഞ്ഞിട്ട് കണ്ണും കൂടി നിറഞ്ഞ അവസ്ഥ, അതൊക്കെ വല്ലപ്പോഴുമാണ് ഒരു സിനിമ കാണുമ്പോൾ സംഭവിക്കുക. പടത്തിന്റെ ലെങ്ത് എന്നെ ഒന്ന് പിന്നിലേക്ക് വലിപ്പിച്ചായിരുന്നു. 3 മണിക്കൂറുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ ഒന്ന് മടിക്കാറുണ്ട്. ഇപ്പം 8 മണിക്കൂറുള്ള സീരീസ് ഒക്കെ ഒറ്റയടിക്ക് കാണും, അത് വേറെ കാര്യം. പക്ഷെ ഈ സിനിമ 3 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഇമോഷണലി കണക്ട് ആക്കുന്നുണ്ട് ഈ പടം. ഈ കണക്ടിങ് ടു യുവർ റൂട്ട്സ് എന്ന് പറയില്ലേ, ഇപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറിച്ചു നടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ പടം നിങ്ങളെ വല്ലാതെ കൊളുത്തി വലിക്കുക തന്നെ ചെയ്യും. എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. പടത്തിൽ ഇങ്ങനെ വീട് പൂട്ടി അകത്തു നിന്നുള്ള ഒരു ഷോട്ട് ഉണ്ട് കേട്ടോ. അപ്പം ലൈറ്റ് ഇങ്ങനെ കട്ടായി ഇരുട്ടായി അങ്ങനെ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പം ഒരുപാട് കാലം ജീവിച്ച ഒരിടം ശൂന്യമാകുന്നതിന്റെ ഒരു പ്രതീകാത്മകതയായിരുന്നു അത്. ഒരുപാട് പ്രകാശമുള്ള ഒരിടം പെട്ടെന്ന് ഇരുട്ടാകുന്ന ഒരു കാഴ്ച. ഞാനിപ്പോഴും സ്വപ്നത്തില് എന്റെ പഴയ വിറ്റുപോയ വീട്ടിൽ ഇങ്ങനെ ഉണർന്ന് എഴുന്നേക്കാറുണ്ട് കേട്ടോ. ഇതില് അരുൺമൊഴിവർമ്മൻ ഫിസിക്കലി ആ വീട് വിട്ടുപോയെങ്കിലും മെന്റലി അവിടെ തന്നെ തളച്ചിട്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറയാം. സോ ആ ഒരു ട്രോമ ഫുള്ള് അരവിന്ദ് സ്വാമി ബ്യൂട്ടിഫുൾ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ പൂർണ്ണമായിട്ട് മറ്റൊരാളിൽ നിന്നും തിരിച്ചറിയേണ്ടി വരുന്ന അവസ്ഥ, പക്ഷെ അയാളെ കുറിച്ചൊന്നും നമുക്ക് അറിയുകയും ഇല്ലാതാനും. ആ സ്ട്രഗിളൊക്കെ അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം കമൽഹാസന്റെ ശബ്ദത്തിൽ വരുന്ന പാട്ടും വരികളും അതുകൂടെ ആകുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഈ ക്യാരക്ടറിന് നേരെ വിപരീതമായിട്ടുള്ള വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഫുൾ ഓഫ് ലൈഫ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് കാർത്തി വരുന്നത്. അതും കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു. ആരും സ്നേഹിച്ചു പോകുന്ന ആ ഒരു അത്താനെ എന്നുള്ള ആ ഒരു വിളി തന്നെ. ശരിക്കും എന്തായിരുന്നു അവന്റെ പേര്? സ്നേഹം, അതാണ് അവന്റെ പേരെന്ന് പറയാം. നിർമ്മലമായ സ്നേഹം എന്നല്ലാതെ എന്താണ് അയാളെ വിളിക്കാൻ പറ്റുക? അതാണ് കാർത്തിയുടെ ഒരു ക്യാരക്ടർ, പ്യുവർ ലവ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിയും അന്യായമായിരുന്നു. ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരുപാട് സംഭാഷണങ്ങളിലൂടെയാണ് ശരിക്കും പടം മുമ്പോട്ട് പോകുന്നത്. അല്ല, ഫുള്ള് കഥ തന്നെ ഇവരുടെ ഡയലോഗുകളിലൂടെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. പക്ഷെ പറയാതെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ പടം കാണെ നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. ഇവർ മാത്രമല്ല, ഈ സിനിമയിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സും അത് ചെറുതാണെങ്കിൽ പോലും ഹെവി ഇമ്പാക്ട് തന്നെ നൽകുന്നുണ്ട്. ഇപ്പോൾ രാജ് കിരൺ അവതരിപ്പിക്കുന്ന അമ്മാവൻ കഥാപാത്രം, പുള്ളി അരുളിന്റെ അച്ഛനെ ഫോൺ ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഭുവനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സീന്, ഈവൻ ആ പൂക്കാരിയുമായിട്ടുള്ള സംസാരം തന്നെ, എല്ലാം പ്യുവർ ലവ് എന്ന് തന്നെ പറയാം. പിന്നെ സ്ഥിരം കോമഡി റോളുകളിലൂടെയും ചില മണ്ടി റോളുകളിലും ഒക്കെ ആയിട്ട് വരുന്നതിന് പകരം ഒരു മനോഹരമായിട്ടുള്ള റോൾ ദേവദർശിനി എന്ന നടിക്ക് കൊടുത്തതിന് എനിക്ക് ഡയറക്ടർ പ്രേംകുമാറിനോട് ഒരു പ്രത്യേക നന്ദി തന്നെ പറയാനുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട ഒരു നടിയാണ് പുള്ളിക്കാരി. പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു ഇമേജ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല, ബട്ട് വളരെ നൈസായിട്ട് തന്നെ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെയാണ് ശ്രീദിവ്യ അവതരിപ്പിച്ച നന്ദിനി എന്ന കഥാപാത്രവും. പിന്നെ അനിയത്തി ഭുവനയായിട്ട് വന്ന സ്വാതി കൊണ്ടെ, അരവിന്ദ് സ്വാമിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച ശരൺ ശക്തി എന്നിവരുടെ പേരുകളും എടുത്തു പറയണം. പിന്നെ പൂക്കാരിയായിട്ട് വന്നത് റേച്ചൽ റബേക്ക എന്ന നടിയാണ് കേട്ടോ. ഈ മനുഷ്യരെല്ലാം അല്ലെങ്കിൽ നടന്മാരെല്ലാം പോയിട്ട് ഇതിലെ മൃഗങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ആന, കുറെ തത്തകള്, ജല്ലിക്കെട്ട് കാള ധോണി, അവിടെ മുതൽ നമ്മളെക്കാൾ മുമ്പേ ആ വീട്ടിൽ താമസിക്കുന്നതെന്ന് അവൻ പറയുന്ന പാമ്പുകൾ വരെ. സത്യം പറഞ്ഞാൽ എനിക്ക് പാമ്പുകളെ ഭയങ്കര പേടിയാണ്, അത് വേറെ കാര്യം. ഇതിലെല്ലാം ഉപരി ഒരു സൈക്കിൾ വരെ ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. ഇനി മ്യൂസിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോവിന്ദ് വസന്ത എന്നടാ പണി വെച്ചിരിക്കെ. പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നമ്മളെ വല്ലാണ്ട് ഇമോഷണൽ ആക്കുന്നുണ്ട്. പോരേൻ നാ പോരേൻ എന്നുള്ള ആ ഒരു പാട്ട്, അതും കമൽഹാസന്റെ വോയിസിൽ വരുന്ന വേർഷൻ കിടുവായിരുന്നു. വരികൾ എഴുതിയവരുടെ കാര്യവും എടുത്തു തന്നെ പറയാനുണ്ട്. ഉമാദേവി, കാർത്തിക് നേത എന്നിവരാണ് ഇതിന്റെ ഗാനരചന നിർവഹിച്ചിട്ടുള്ളത്. മ്യൂസിക്കിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇതിൽ
കുറെ പഴയ പാട്ടുകളുടെ റെഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ 80s 90s ഇളയരാജയുടെ പാട്ടുകൾ. എനിക്ക് പേഴ്സണലി 80കളിലും 90കളിലുമുള്ള തമിഴ് പാട്ടുകൾ, പ്രത്യേകിച്ച് ഇളയരാജ സോങ്സ്, അത് എൻ്റെ ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ റൂട്ടഡ് ആണെന്ന് പറയാം. ഞാൻ ചെറുപ്പം മുതലേ, കൊച്ചിലെ മുതലേ ഈ പഴയ തമിഴ് പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്. പല ഫ്രണ്ട്സും ഞാൻ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് കാണുമ്പോൾ പാണ്ടി സോങ്സ് ആണല്ലേ പ്രിയം എന്നൊക്കെ ചോദിച്ച് കളിയാക്കാറുണ്ട്. ഐ ഡോണ്ട് കെയർ ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഇതിലെ പഴയ പാട്ടുകളുടെ റെഫറൻസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഇതിൽ ബസ്സിൽ വരുമ്പോഴുള്ള കാണാക്കറുങ്കുയിലെ പാട്ട്, അതുപോലെ തന്നെ ഒരു പാട്ടുണ്ട്, അത് തമിഴാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്, പക്ഷേ അതിന്റെ മലയാളം വേർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലോലരാഗക്കാറ്റ് എന്ന് പറഞ്ഞൊരു പാട്ട്, പനിനീർ പുഷ്പങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ യേശുദാസ് പാടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഈ പടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മഹേന്ദ്രൻ ജയരാജുവിന്റെ ഛായാഗ്രഹണം, ആർ ഗോവിന്ദരാജിന്റെ എഡിറ്റിംഗ് എന്നിവയും മികച്ചതാണ്. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് കുറച്ചുകൂടി സെക്കൻഡ് ഹാഫിനേക്കാൾ ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് 40-45 മിനിറ്റുകളും എന്റെ ഫേവറേറ്റ് ആണ്. ഈ രണ്ടാം പകുതിയിൽ പടം ഇടയ്ക്ക് കുറച്ച് വലിയുന്നുമുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത പടത്തിന്റെ ലെങ്ത് കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്ന് തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ അഭിപ്രായം. നരേഷനൊക്കെ വരുന്ന ഒരു ഭാഗമുണ്ട്, ചോള ചേര യുദ്ധം, അവിടെ ഇവിടെ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ കഥയിൽ നിന്നും പടത്തിന്റെ ഫോക്കസ് ഒന്നും നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ജല്ലിക്കെട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൾച്ചറൽ റൂട്ട്സ് പറയുന്ന ഭാഗങ്ങൾ, ഈ ചേര ചോള യുദ്ധത്തിന്റെ നരേഷൻ, കാർത്തിക് ഗംഭീരമായിട്ട് നരേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നൈസാണ്. പക്ഷേ അവിടെ കൊടുത്ത ആ ഒരു ടൈം മറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാനായിട്ട് ഉപയോഗിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ദേവദർശിനിയും അരവിന്ദ് സ്വാമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ശ്രീദിവ്യയുടെ കാര്യം, അല്ലെങ്കിൽ ഭുവനയ്ക്ക് ചേട്ടനോടുള്ള സ്നേഹത്തിന്റെ ആഴം, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കാമായിരുന്നു. ഈ ചില്ലറ കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ വേറെ വലിയ നെഗറ്റീവായിട്ടൊന്നും തന്നെ ഈ പടത്തെക്കുറിച്ച് പറയാനില്ല. സോ ആകെ മൊത്തം ടോട്ടലിൽ മനോഹരമായിട്ടുള്ള ഒരു റിയൽ ഫീൽ ഗുഡ് മൂവിയാണ് മെയ്യഴകൻ എന്ന് പറയാം. തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണും മനസ്സും നിറയാൻ ഇഷ്ടമാണെങ്കിൽ, 96 പോലുള്ള സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പടം നിങ്ങൾ മിസ് ചെയ്യരുത്. എനിക്ക് പേഴ്സണലി 96നേക്കാൾ വർക്കായ പടമാണെന്ന് പറയാം. കാരണം ഈ പ്രണയത്തെക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, അതും വലിയ രക്തബന്ധമോ ആത്മബന്ധമോ ഒന്നും ഇല്ലാത്ത രണ്ട് ആളുകൾ തമ്മിലുള്ള വളരെ പ്ലാറ്റോണിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന കഥകളാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. സോ ഐ ലവ്ഡ് ഇറ്റ്. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻസിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയെന്ന്.